കഥയല്ലിത്, കാവ്യമല്ലിത്, ജീവിതത്തിൻ സാക്ഷ്യം. കാലഗതിയെ മറികടന്നൊരു ജീവിതത്തിൻ സാക്ഷ്യം. ഇത് ക്രിസ്തുവിനൊരു സാക്ഷ്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും? ഈ വചനം കഠിനമാണ്. ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? എന്തേ സ്നേഹിക്കുവാനും പകുത്തു നൽകാനുമുള്ള 33കാരൻ ഈശോയുടെ വാക്കുകൾ അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ക്രിസ്തുവിന്റെ അനുയായികളെന്ന് മുദ്ര കുത്തപ്പെട്ട നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു ക്രിസ്തുവാകാൻ സാധിക്കുന്നില്ല? എന്തേ ലോകത്തിന്റെ മാസ്മരിക ശക്തികൾക്ക് മുൻപിൽ ഒന്ന് മാറ്റിച്ചവിട്ടാൻ നിങ്ങൾക്കാകുന്നില്ല? മാറ്റം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ജീവിതങ്ങൾ എന്തേ മതിയാകാതെ പോകുന്നു? കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് പ്രതിസന്ധികൾക്കുമീതെ ചവിട്ടി നടന്ന് മാറ്റത്തിന്റെ വഴികൾ തുറന്ന കാരുണ്യത്തിന്റെ പോരാളി വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു വഴികാട്ടി. നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം നോക്കിക്കേ, നല്ല ചൈതന്യമുള്ള മുഖം. അതെ അതെ. അമ്മേ മാതാവേ, അമ്മ എൻ്റെ അമ്മയാണല്ലോ. പാപത്തിലൊന്നും വീഴാതെ എന്നെ കാത്തുകൊള്ളണേ. എടാ, നീ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരാ, നീ പഠിക്കണം. കാലികളെ മേയിച്ചു നടക്കുന്ന ഞാൻ എന്തിനാ പഠിക്കുന്നേ? നീ ഇങ്ങനെ കാലുകളെ മേയിച്ച് നടന്നാൽ പോരാ. കഷ്ടപ്പാടിലല്ലേ നമ്മുടെ ജീവിതം, പിന്നെ ഞാൻ എങ്ങനെ പഠിക്കാനാ? നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭ്യുന്നതിക്ക് വേണ്ടി നീ വൈദികനാകണം. പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി. ഞാനൊരു വൈദികനായി. എൻ്റെ മാതാപിതാക്കൾ എത്രമാത്രമാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ഇനി ഈ വൈദിക ജീവിതവും അധ്യാപന വൃത്തിയും വഴി പണം സമ്പാദിച്ച് അവരെ സഹായിക്കണം. എൻ്റെ കുടുംബത്തിന് സമൂഹത്തിൽ നല്ല ഒരു വിലയുണ്ടാക്കണം. ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ചിന്താഗതി. വൈദിക വൃത്തി കേവലം പണം സമ്പാദിക്കാനും അങ്ങനെ സ്വയം അഭിവൃദ്ധിപ്പെടാനും ഉള്ള ഒരു മാർഗമായി അവർ കണ്ടെത്തി. നിർഭാഗ്യവശാൽ വിശുദ്ധ വിൻസെന്റ് ഈ വഴിയെ ചരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നിനും തന്നെ സംതൃപ്തനാക്കാൻ കഴിയില്ലെന്ന് ഏറെ താമസിയാതെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈശോയെ, നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. ഒരു സമരിയാക്കാരൻ അവനെ സഹായിച്ചു. നീയും പോയി അതുപോലെ ചെയ്യുക. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹലോ ശ്രുതി. ഹലോ. എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ കാത്തിരിക്കുന്നേ? നമ്മുടെ ഈ ബന്ധത്തിൻ്റെ തടസ്സം എന്താണെന്ന് നിനക്കറിയാലോ? അറിയാം. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. എന്നാ ശരി. ഈ നശിച്ച കൊച്ച്, ഇതാ എൻ്റെ അരുണിന്റെ കൂടെ പോകാൻ എനിക്ക് പ്രതിബന്ധം. ഇതിനെ ഞാൻ കൊല്ലും. എടി നോക്കിക്കേ, അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. കുറെ നാളായി അവള് വിലസുന്നു. തട്ടിയാലോ? ആ എന്നതാന്നേ? തന്നടി. എന്നതാ? എന്നാ നിനക്ക് തന്നാല്? എൻ്റെ മക്കളെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ കാലഘട്ടത്തിൽ പരസ്നേഹത്തിൻ്റെ വിപ്ലവകാരിയായി ഞാൻ മാറിയെങ്കിൽ, പ്രിയ മക്കളെ, ഈ കാലഘട്ടത്തിൻ്റെ വിപ്ലവകാരികളാണ് നിങ്ങൾ. മയക്കുമരുന്നിൻ്റെ മാദകലഹരിയിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിപ്ലവകാരികളല്ല. മയക്കുമരുന്നിന് ദൈവസ്നേഹത്തിൻ്റെ മറുമരുന്ന് നൽകുന്ന വിപ്ലവകാരികൾ. നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതികതയുടെയും തടവറയിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് യുവതലമുറയെ കൈപിടിച്ചു കയറ്റുന്ന വിപ്ലവകാരികൾ. കുടുംബങ്ങളിൽ അനാഥരാകുന്നവർക്ക് കൈത്താങ്ങാകുന്ന വിപ്ലവകാരികൾ. അതെ, അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ പുതിയ വിപ്ലവം. തുറക്കാം പുതിയ വഴികൾ, യേശുവിന്റെ സാക്ഷികളായി സ്നേഹത്തിന്റെ വിപ്ലവം തീർക്കാൻ. കഥയല്ലിത്, കാവ്യമല്ലിത്, ജീവിതത്തിൻ സാക്ഷ്യം. കാലഗതിയെ മറികടന്നൊരു ജീവിതത്തിൻ സാക്ഷ്യം. ഇത് ക്രിസ്തുവിനൊരു സാക്ഷ്യം.